നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പുതിയ കൃഷിഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കോൺഗ്രസ് ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയ യുവാക്കളെ അറസ്റ്റ് ചെയ്തു. ചാപ്പാറ സ്വദേശികളായ അഭിജിത്ത്, അമർനാഥ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടിയിൽ വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഒളിവിലായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ. മുർഷിദാബാദ് സ്വദേശി സദാം ഹുസൈനാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പുതിയ കൃഷിഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. ഈ കൃഷിഭവന് കെട്ടിടത്തിന് പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ കൃഷിവകുപ്പിന്റെ മന്ത്രിക്ക് അതിൻ്റെ പേരിൽ സന്തോഷം ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. അതാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടല്ല ഞാനത് പറയുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷിയുടെ കാര്യത്തിൽ വലിയ ഒരു ഇടപെടൽ നമുക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ആവശ്യമുണ്ടെന്ന് പറയുന്നത്? നമ്മുടെ ഭക്ഷണത്തിൻ്റെ 95% കൃഷിയാണെന്നുള്ളതുകൊണ്ടാണ്. നമ്മളെല്ലാവരും കഴിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു 1000-ഓളം ആളുകൾ പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ ചോദിച്ചു, കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എത്ര പേരുണ്ട് എന്ന്. 16 പേർ കൈപൊക്കി. ഞാൻ വീണ്ടും ചോദിച്ചു, ഇതിൽ ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട് എന്ന്. എല്ലാവരും ചിരിച്ചു. ചുമ്മാ ചിലർ കൈയുടെ പൊക്കി. കാരണം നേരത്തെ കൈവൊക്കാൻ നോക്കാത്തതിൻ്റെ ഒരു ചമ്മൽ കൊണ്ടൊക്കെ എല്ലാം ഇരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം ചോദിച്ചതും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നാണ് ചോദിച്ചത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് കൃഷിയുടെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഈ കൃഷിഭവൻ വഴി കിട്ടുന്ന എന്തൊക്കെയോ ആനുകൂല്യം മാത്രമാണെന്നാണ്. വി ആർ സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ നോൺ റോഡ് ഫണ്ടിൽ നിന്നും 2.52 ലക്ഷം രൂപയും ഉൾപ്പെടെ 37.52 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന അമേച്വർ നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജിത സന്തോഷിനെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് എന്നിവർ വിശിഷ്ടാതിഥികളായി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AN രേണുക, സംഗീത അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ്, കൃഷി ഓഫീസർ MT രേഷ്മ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന കൃഷിഭവൻ കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുനിന്നു. തുടർച്ചയായി 2 വർഷവും പുത്തഞ്ചിറ കരിങ്ങാച്ചിറ മുതൽ പകരപ്പള്ളി വരെ 150 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി പൂർണ്ണമായി നശിക്കുകയും ജാതി, കുരുമുളക് എന്നിവ ഉണങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള കിണറുകളിൽ ഉപ്പുവെള്ളം കയറിയിരിക്കുകയാണെന്നും പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VA നദീർ പറഞ്ഞു. പുത്തഞ്ചിറയിലെ 150 ഏക്കറോളം വരുന്ന പുഞ്ചകൃഷി കഴിഞ്ഞ 2 വർഷമായി ഉപ്പുവെള്ളം കയറി നശിച്ച് കർഷകർ ദുരിതത്തിലും കണ്ണീരിലുമാണ്. 2 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് വലിയ തുക ചെലവഴിച്ചുകൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കരിങ്ങച്ചിറ മുതൽ വൈക്കുലച്ചിറ വരെയുള്ള ചാല് ഡീപ്പൺ ചെയ്യുന്നതിന് വേണ്ടി വലിയ പദ്ധതി വെച്ചു. ആ പദ്ധതി വെച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ഗ്രാമപഞ്ചായത്ത് വലിയ വികസനങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോഴും പുത്തഞ്ചിറയിലെ കർഷകർ ഇപ്പോഴും കടക്കെണിയിലും കണ്ണീരിലുമാണ്. അതുമാത്രമല്ല, ആ പ്രദേശത്തുള്ള ജാതി, വാഴ, നിങ്ങൾ ആ മറ്റേ കുന്നത്തേരി, ചേരിക്കര, മാലേക്കാട് മേഖലകളിലേക്കൊന്ന് പോയാൽ അവിടെ ജാതി ഉണങ്ങി നിൽക്കുന്ന ഭയാനകരമായ കാഴ്ചകളാണ്. തീയിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. വാഴക്കൃഷി നശിക്കുന്നു. ഇപ്പോൾ പുതിയതായി എനിക്കറിയാൻ സാധിച്ചത് അവിടെ ശുദ്ധജല കിണർ, അവർ കുടിക്കുന്ന കിണറിലടക്കം ഉപ്പ് കയറിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൃഷി വകുപ്പിൻ്റെയും അനാസ്ഥ കൊണ്ട് കണ്ണീരിലായിട്ടിരിക്കുന്ന കർഷകരെ ഓർത്ത്, അവരുടെ ആ ദുരിതവും കഷ്ടപ്പാടും ഓർത്തപ്പോൾ ഞങ്ങൾക്ക് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറങ്ങി ഈ കർഷകരുടെ ദുരിതവും കണ്ണീരും അവരുടെ വിഷമവും പ്രയാസവും മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 വർഷം മുൻപ് ലക്ഷങ്ങളാണ് തോട് നവീകരണത്തിന്റെ പേരിൽ ചെലവഴിച്ചത്. ഗുരുതരമായ വീഴ്ച വരുത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും കൃഷിഭവൻ ജീവനക്കാരുടെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്
പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കെട്ടിട ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതെന്നും VA നദീർ മീഡിയ ടൈമിനോട് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയ 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. 10ാം ക്ലാസ് പരീക്ഷ അവസാനിക്കുന്ന ദിവസം കുട്ടികൾക്ക് മദ്യം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കുട്ടികളിൽ നിന്ന് പണം വാങ്ങി ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങി കുട്ടികൾക്ക് നൽകിയ ചാപ്പാറ പന്തീരമ്പാല സ്വദേശി അഭിജിത്ത്, ചാപ്പാറ പടിഞ്ഞാറേ വീട്ടിൽ അമർനാഥ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യവുമായി സ്കൂളിൽ പോയ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയം സ്കൂൾ അധികൃതർ കുട്ടികളുടെ ബാഗ് പരിശോധിച്ചതിൽ നിന്നാണ് മദ്യം കണ്ടെടുത്തത്. തുടർന്ന് രക്ഷിതാക്കൾക്കൊപ്പം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന പരാതി നൽകുകയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ബിവറേജിൽ നിന്നും മദ്യം വാങ്ങി ഇവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നൽകി കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുത്താൻ ശ്രമിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ 2 യുവാക്കളെയും റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടിയിൽ വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഒളിവിലായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി റിമാൻഡിൽ. കൊരട്ടി ചിറങ്ങരയിൽ നിർത്തിയിട്ടിരുന്ന മുട്ടക്കച്ചവടത്തിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സദാം ഹുസൈനെയാണ് അറസ്റ്റ് ചെയ്തത്. 2024 ജൂലൈ 12-ന് വൈകിട്ടാണ് സംഭവം. ചിറങ്ങരയിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്നും പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ സുജൻ, സദാം ഹുസൈൻ എന്നിവർ ചേർന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുജനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇതിനെ തുടർന്ന് സദാം ഹുസൈൻ ഒളിവിൽ പോവുകയും മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ സദാം ഹുസൈൻ അങ്കമാലിയിൽ ഉണ്ടെന്നുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സദാം ഹുസൈനെ പിടികൂടിയത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷാജു, ASI നാഗേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ അജീഷ് എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുപ്രസിദ്ധ ഗുണ്ട ശ്രീവത്സനെ കാപ്പ ചുമത്തി നാടുകടത്തി. കാട്ടൂർ പൊഞ്ഞനം പള്ളിപ്പാടത്ത് വീട്ടിൽ ശ്രീവത്സനെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. ശ്രീവത്സന് കാട്ടൂർ, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ER, സിവിൽ പോലീസ് ഓഫീസർമാരായ രമ്യ, ഫെബിൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ആം ആദ്മി പാർട്ടി പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പറവൂർ ടൗണിൽ പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി ഉദ്ഘാടനം ചെയ്തു. പറവൂർ താലൂക്ക് പ്രസിഡന്റ് സാജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥൻ രതീഷ്, ആം ആദ്മി ജില്ലാ കമ്മിറ്റി അംഗം ധനഞ്ജയൻ, പറവൂർ താലൂക്ക് സെക്രട്ടറി TV ടോമി, ഞാറക്കൽ പഞ്ചായത്ത് കൺവീനർ PG ശശിധരപിള്ള, MV ജെറാൾ, സുനിൽ മാത്യൂസ്, മോൻസി കല്ലുങ്ങൽ, ഷാജു എബ്രഹാം, സുജിത് സുകുമാരൻ, KM പീറ്റർ എന്നിവർ സംസാരിച്ചു. നമ്മളോട് തുടങ്ങേണ്ടത് ഈ ലഹരി വിരുദ്ധ പോരാട്ടം തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ അടുത്ത ഈ കൊടുങ്ങല്ലൂർ നടന്ന സംഭവം, ഒരു അബ്ദുൽ ജലീൽ എന്ന പിതാവിനെ ലഹരിക്കടിമയായ ഒരു മകൻ കുത്തി പരിക്കേൽപ്പിക്കുകയും അദ്ദേഹം പോലീസിൽ അറിയിച്ച് അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വിധേയനാക്കി 2 മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ലഹരിയിൽ നിന്നുള്ള വിമോചനം ലഭിക്കുകയും ആ പിതാവും ആ കുടുംബവും പോലീസ് ഉദ്യോഗസ്ഥരടക്കം അദ്ദേഹത്തിനോട് ക്ഷമിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പുതിയ കൃഷിഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കോൺഗ്രസ് ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയ യുവാക്കളെ അറസ്റ്റ് ചെയ്തു. ചാപ്പാറ സ്വദേശികളായ അഭിജിത്ത്, അമർനാഥ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടിയിൽ വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഒളിവിലായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ. മുർഷിദാബാദ് സ്വദേശി സദാം ഹുസൈനാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.